ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്നുള്ളത്. സെക്കൻഡ് മെയിൻ സബ്ജക്ട് എന്ന് അതിനെ നമുക്ക് വിളിക്കാം. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നു. ഈ ഭാഗത്തെ പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിലെ വിഷയം മൽക്കിസേദെക്ക് എന്നുള്ള ഒരാളിനെ കുറിച്ചാണ്. പഴയ നിയമ കഥാപാത്രങ്ങൾ ഏറ്റവും പ്രധാനമേറിയ കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊത്തിരി പറയാനായിട്ടുണ്ട്. അബ്രഹാമിനെ കുറിച്ച് പറയാനുണ്ട്, മോശയെ കുറിച്ച്, ദാവീദിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആ ലിസ്റ്റ് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനകത്ത് വരാത്ത ഒരാളായി മൽക്കിസേദെക്ക്. മൽക്കിസേദെക്കിനെ കുറിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. മൽക്കിസേദെക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അതിൽ 18, 19, 20 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞ് ഒരു 1000 വർഷം കഴിഞ്ഞതിന് ശേഷം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 110-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം മാത്രം അവിടെ എഴുതിയിട്ടുണ്ട് മൽക്കിസേദെക്കിനെ കുറിച്ച്. പിന്നെ ഒരു ഏകദേശം 1000 വർഷങ്ങളൂടെ കഴിയുമ്പോഴാണ് എബ്രായ ലേഖനകാരൻ മൽക്കിസേദെക്കിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. ഒരു ബിറ്റ്വീൻ ഒരു 1000 ഇയേഴ്സിന്റെ ഡിഫറൻസ് ആണ്. ഈ ചുരുക്കം വാക്യങ്ങളിൽ മാത്രമേ മൽക്കിസേദെക്കിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വിഷയം, എബ്രായ ലേഖനത്തിൽ നമ്മൾ വന്നുകൊണ്ടിരുന്നത് അഹരോനേക്കാൾ ശ്രേഷ്ഠനായ പൗരോഹിത്യമുള്ള യേശുക്രിസ്തു എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം, ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഏറൻ. അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഹരോന്റെ ക്രമപ്രകാരത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു ക്രമമാണ് ഓർഡർ ഓഫ് ഏറൻ. അത് ഗ്രേറ്റർ ദാൻ ഏറൻസ് ഓർഡർ, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് മൽക്കിസേദെക്ക്. മൽക്കിസേദെക്കിന്റെ ക്രമത്തിൽ അവൻ മഹാപുരോഹിതനായിരിക്കുന്നു. അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിന്റെ ഓർഡർ അല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായതാണ് മൽക്കിസേദെക്കിന്റെ ക്രമം എന്ന് പറഞ്ഞാണ് ഇവിടെ ലേഖനകാരൻ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, സുപ്പീരിയോറിറ്റി, സുപ്പീരിയർ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ചാപ്റ്റേഴ്സ് 7 to 10, 10 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം. 7-ാം അധ്യായത്തിലെ വിഷയം ഞാൻ ഓർപ്പിച്ചുവല്ലോ. 7-ാം അധ്യായത്തിലെ വിഷയം യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കിസേദെക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ്, ക്രമമാണ്, അല്ലെങ്കിൽ ഓർഡർ, സുപ്പീരിയർ ഓർഡർ. ഏറ്റവും ശ്രേഷ്ഠമായ ക്രമം അഹരോന്റെ ക്രമത്തെക്കാൾ ഉള്ളതാണ് യേശുക്രിസ്തുവിന്റെ ഓർഡർ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. 8-ാം അധ്യായത്തിലെ വിഷയം നിയമത്തെ കുറിച്ച് പറയുന്നു, ഉടമ്പടിയെ കുറിച്ച് പറയുന്നു, കവണന്റ്. ആ കവണന്റിനെ കുറിച്ച് പറയുമ്പോൾ പറയാണ് യേശുക്രിസ്തുവിന്റെ കവണന്റ് ആണ്, യേശുക്രിസ്തു ചെയ്ത ഉടമ്പടിയാണ് ഏറ്റവും വലിയ ഉടമ്പടി. അതാണ് 8-ാം അധ്യായത്തിലെ വിഷയം. ഇതെല്ലാം യേശുക്രിസ്തുവിലൂടെയുള്ള പൗരോഹിത്യത്തെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. 9-ാം അധ്യായത്തിലെ വിഷയം ദ ബെറ്റർ സാങ്ച്വറി, ഏറ്റവും വലിയ യാഗപീഠം, യേശുക്രിസ്തുവാകുന്ന യാഗപീഠം, അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ആരാധന, യാഗസ്ഥലം, പ്രാകാരം, അതിനെക്കുറിച്ചാണ് 9-ാം അധ്യായത്തിലെ വിഷയം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ ബെറ്റർ സാക്രിഫൈസ്, യേശുക്രിസ്തുവാകുന്ന യാഗം, യേശുക്രിസ്തുവിന്റെ യാഗമാണ് ഏറ്റവും പ്രധാനമേറിയത്, ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ആ 10-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. യഹൂദ ജാതി മുഴുവൻ, ജൂയിഷ് നേഷൻ, അവർക്ക് ഏറ്റവും അറിയാവുന്നതും ഏറ്റവും പ്രശംസയായി കരുതുന്നതുമായ ഒന്നാണ് അവരുടെ ഗോത്രത്തിൽ ഒരു ഗോത്രത്തിനെ ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ചു വന്നു. അത് ലേവി ഗോത്രമാണ്. ലേവി ഗോത്രത്തെ ദൈവം വിളിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ലേവി ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമേറിയ ഒരു വിഷയമാണ്. ദൈവം തെരഞ്ഞെടുത്തതാണ് അഹരോന്റെ ഗോത്രത്തെ, അല്ലെങ്കിൽ ലേവി ഗോത്രത്തെ. അത് നമ്മൾ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം, സംഖ്യാപുസ്തകം 18-ാം അധ്യായം ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ആരും വോട്ടിട്ട് തെരഞ്ഞെടുത്തതല്ല, മോശ സെലക്ട് ചെയ്തതല്ല, ആരും യോഗ്യത ഉണ്ടെന്ന് വിചാരിച്ച് കയറി വന്നതല്ല, ദൈവം പറഞ്ഞതാണ്. ദൈവം പറഞ്ഞ് ദൈവം അവരെ സെലക്ട് ചെയ്ത് ദൈവം അവരുടെ
ശുദ്ധീകരണ കാര്യം പറഞ്ഞ് അവരുടെ അനോയിന്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. അപ്പോൾ അഹരോന്റെ പൗരോഹിത്യത്തെ കുറിച്ച് യഹൂദന്മാർക്ക് അത്രമാത്രം വലിയ സന്തോഷം അതിനെക്കുറിച്ചുണ്ട്. അതിനെക്കുറിച്ച് അവർ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അനേക സെഞ്ചുറീസ്, നൂറ്റാണ്ടുകൾ, പല നൂറ്റാണ്ടുകൾ അഹരോന്റെ ഓർഡറിലുള്ള പുരോഹിതന്മാരെ ശുശ്രൂഷിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അവരുടെ മിനിസ്ട്രി ചെയ്തു, അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഏറ്റവും പ്രശംസയായ വിഷയമാണല്ലോ. അവരെ കുറിച്ച് പറഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ആ പൗരോഹിത്യം അത് നിന്നിരിക്കുകയാണ്, അതിന് വിലയില്ല, അത് എന്ത് ചെയ്തിരിക്കുന്നു ആ പ്രീസ്റ്റ്ഹുഡ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും ബെറ്ററായ ഒരു പൗരോഹിത്യം അഹരോന്റെ ക്രമത്തിലല്ല, മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പൗരോഹിത്യമാണ് യേശുക്രിസ്തുവിലൂടെ ഉള്ളത് എന്നാണ് ലേഖനകാരൻ പറയുന്നത്. അപ്പോൾ അത് ഈസിയായിട്ടൊന്നും ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നവർക്ക് എടുക്കാനായിട്ട് കഴിയുകയില്ല. അതിനുവേണ്ടി ഈ 7-ാം അധ്യായത്തിൽ 3 ആർഗ്യുമെന്റ്, 3 പ്രത്യേക കാര്യങ്ങളാണ് ഈ ലേഖനകാരൻ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കും എഴുതിയത് എന്ന് കൂടുതൽ ആളുകൾ വിശ്വസിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 3 ആർഗ്യുമെന്റ് പറയുന്നുണ്ട്. അതിലൊന്ന് 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെയാണ് 7-ാം അധ്യായത്തിന്റെ. അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ചരിത്രപരമായിട്ടുള്ളതായ തെളിവാണ് ലേഖനകാരൻ ഒന്നാമത് നിർത്തി വെക്കുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ ഡോക്ട്രൈനലായിട്ടുള്ളതായ ആർഗ്യുമെന്റ് ആണ്. അത് 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പിന്നെ മൽക്കീസേദെക്കിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന വിഷയം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അതൊന്ന് വായിക്കാം. 7-ാം അധ്യായം എബ്രായർ 7-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. സകലത്തിലും 10-1 പോയി. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്, പിന്നെ കാര്യം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞു. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും ഗോത്രപിതാവായ അബ്രഹാം കൂടെ അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. ലേവ്യപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവർ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചു ഇരിക്കുന്നു. ഉയർന്നവൻ താഴവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നുവെന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ വെളിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. ഇവിടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതായ ചരിത്രപരമായുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗം വായിച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് തോറ്റ വിഷയമാണ്. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാരോട് തോറ്റ വിഷയമാണ് എഴുതിയിരിക്കുന്നത്. ആ 5 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ സോദോം രാജാവുണ്ട്. സോദോമിലാണ് അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും കുടുംബവും താമസിക്കുന്നത്. ലോത്തിനെയും കുടുംബത്തെയും അവരെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി എന്ന് കേട്ടപ്പോൾ അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ച് വളർന്ന അഭ്യാസികളുമായി പോയി ഈ 4 രാജാക്കന്മാരെ, 5 രാജാക്കന്മാർക്ക് കീഴടക്കി ജയിക്കാൻ കഴിയാത്ത രാജാക്കന്മാരെ അബ്രഹാമിന്റെ 318 അഭ്യാസികൾ രാത്രിയിൽ തന്നെ പല ഭാഗമായി പിരിഞ്ഞു നിന്ന് അവര് പലയിടത്തൂടെ ചെന്ന് യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ എതിരേറ്റു വരുന്ന 2 രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ഭാഗമാണല്ലോ. ആരൊക്കെയാണ് എതിരേറ്റു വരുന്നത്? 2 രാജാക്കന്മാർ വരുന്നുണ്ട്. ഏതൊക്കെ രാജാക്കന്മാരാണെന്നറിയാമോ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കാര്യമാണ്. മൽക്കീസേദെക്ക് ഏത് രാജാവാ? ഇവിടുത്തെ ശാലേം രാജാവ്. ഇനി വേറെ രാജാവ് എതിരേറ്റ് വരുന്നുണ്ട്. അതാരാ?
പുള്ളിയോട് അബ്രഹാം പറഞ്ഞ ഒരു ചെരുപ്പുകാരാകട്ടെ ഒന്നും ഞാൻ എടുക്കില്ല. സോദോം രാജാവ്, സോദോം രാജാവും ശാലേം രാജാവും രണ്ട് രാജാക്കന്മാർ എതിരേറ്റ് വരുന്നു. അവിടെയാണ് മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രതിപാദനം. 18-ാം വാക്യം മുതൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെയാണ് ആ ഭാഗം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വായിക്കേണ്ടത്. എന്നാൽ എന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല കാര്യങ്ങൾ ആ ഹിസ്റ്റോറിക്കലായി ചരിത്രപരമായ വിഷയത്തിലൂടെ ലേഖനകാരൻ ഇവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫാക്ട് ഇവിടെ പറയുന്നു, 1-ാം വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു പ്രത്യേകത എന്താണ്? ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമായ ഈ മൽക്കീസദേക്ക്. അപ്പൊ മൽക്കീസദേക്ക് ആരാണ്? രാജാവ് മാത്രമല്ല, പിന്നെ ആരും കൂടെയാണ്? രാവിലെ എല്ലാവരും ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു, ഇവിടെ വായിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, എന്നിട്ടാണ് പറയുന്നത്. ഓക്കെ, ശാലേം രാജാവുമാണ്, അതോടൊപ്പം പുരോഹിതനുമാണ്. ഇത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ അനുവദിക്കാത്ത ഒന്നാണ്. രാജാവും പുരോഹിതനുമായിട്ട് ഒരേ ആളുകൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കത്തില്ല. മുമ്പേ നമ്മൾ ചിന്തിച്ചതുപോലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത ലേവി ഗോത്രത്തിലുള്ള അഹരോന്റെ പരമ്പരയിൽ വരുന്ന ആളുകളാണ് ധരിക്കുന്നത്. ആരെങ്കിലും അല്ലെങ്കിൽ സിംഹാസനവും യാഗപീഠവും കൂടെ ഒന്നിച്ച് ആർക്കും കൊടുത്തിട്ടില്ല പഴയ നിയമത്തിൽ. ഇനി ആർക്കെങ്കിലും ഇനി രാജാവായാൽ പോലും പുരോഹിതനാകാനാ അല്ലെങ്കിൽ അത് ആ പൗരോഹിത്യത്തിന്റെ സ്ഥാനം ഇൻവേഡ് ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവം ഡീൽ ചെയ്ത് അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. God's judgment upon the people those who try to invade the position of a priest in the Old Testament time. നമുക്കറിയാം, മോശയുടെ കാലത്ത് മരുഭൂമിയിൽ വെച്ച് നടന്നറിയാം. രാജാക്കന്മാരുടെ കാലത്ത് ഉസിയ രാജാവ് ചെയ്ത കാര്യം നമുക്കറിയാം. ഇങ്ങനെയുള്ള ആരെങ്കിലും ആ പൗരോഹിത്യം എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ലേവി ഗോത്രത്തിൽ അല്ലാത്ത അഹരോന്റെ പരമ്പരയിൽ പെടാത്ത ആളുകൾ ആരെങ്കിലും അത് ഇൻവേഡ് ചെയ്യുവാൻ, അത് കയറി എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ശിക്ഷ പ്രാപിച്ചിട്ടുണ്ട്. ആ പുരോഹിതന്മാർക്ക് വിളിക്കപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു പൊസിഷൻ ആയിരുന്നു പൗരോഹിത്യം. രാജാവായിട്ടും ദൈവം ആക്കി വെച്ചിരിക്കുന്നവർക്ക് രാജാവാകാം. എന്നാൽ രാജാവും പുരോഹിതനുമായിട്ട്, അല്ലെങ്കിൽ ഒരു രാജാവിന് സ്ഥാനവും അധികാരം ഉണ്ടെങ്കിലും പുരോഹിതനാകുവാനുള്ളതായ അവകാശം ദൈവം കൊടുത്തിട്ടില്ലായിരുന്നു. ദൈവം തന്നെ കൊടുത്തതാണ്. അങ്ങനെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. കിങ്ങും പ്രീസ്റ്റും എന്നുള്ള ആ പൊസിഷൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ശാലേം രാജാവാണ്, അതോടൊപ്പം തന്നെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനുമാണ്. ഈ മൽക്കീസദേക്കിനെ കുറിച്ച് തന്നെ വേദപണ്ഡിതന്മാരുടെ ഇടയിലൊക്കെ പല രീതിയിലുള്ളതായ അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു അദ്ദേഹം ഒരു മനുഷ്യനല്ലായിരുന്നു, അങ്ങനെ ഒരു റിയൽ ആൾ ജീവിച്ചിട്ടില്ലായിരുന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ചുരുക്കം അങ്ങ് പറഞ്ഞാൽ, നമ്മളിപ്പോ വായിച്ച ഭാഗത്തുണ്ട് 4-ാമത്തെ വാക്യത്തിൽ ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നൗ ഒബ്സർവ് ഹൗ ഗ്രേറ്റ് ദിസ് മാൻ വാസ്. അപ്പോൾ ഇംഗ്ലീഷിൽ മാൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതേ ഒരു മനുഷ്യനായിരുന്നു. ചിലർ പറയുന്നത് ദൂതന്മാരായിരുന്നു എന്ന, യേശുക്രിസ്തുവിന്റെ അവതാരമായിരുന്നു, തിയോഫനി ആയിരുന്നു, ഇത് പരിശുദ്ധാത്മാവാണ് ആയിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് റിയൽ മാൻ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഒരു കൗണ്ടർഫീറ്റ് പുരോഹിതനൊന്നും അല്ലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന പദം തന്നെ എന്താണ്? അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജെന്യൂയിൻ പ്രീസ്റ്റ് ആണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. അപ്പോൾ വളരെ ശരിയായ രീതിയിൽ, യാതൊരു രീതിയിലുള്ളതായ കൗണ്ടർഫീറ്റും ഇല്ലാതെ, ഫ്രോഡും ഇല്ലാത്ത ശരിയായ ഒരു പുരോഹിതനായിരുന്നു ഇത്. അപ്പോൾ ഒന്നാമത് ഈ മൽക്കീസദേക്കിനെ കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് അവൻ പുരോഹിതനും അവൻ രാജാവുമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ലേഖനകാരൻ പറയുന്ന രണ്ടാം വാക്യത്തിലേക്ക് പറയുമ്പോൾ അവന്റെ പേര് തന്നെ പ്രത്യേകതയുള്ളതാണ്.
ഹിസ് നെയിം വാസ് സിഗ്നിഫിക്കന്റ്. പേര് ഇവിടെ പറയാണ്, അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്. പഴയ നിയമത്തിലെ പേരുകൾക്കെല്ലാം അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പേരുകൾക്ക് അർത്ഥം എന്താണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. ചിലതിന് ഒരർത്ഥം ഉണ്ടെന്ന് നമുക്ക് കേട്ടാൽ തന്നെ തോന്നത്തില്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവഭക്തന്മാര് തന്നെ ചില സാഹചര്യങ്ങളുടെ വെളിച്ചത്തിലൊക്കെ പേരിട്ടിട്ടുണ്ട്. വലിയ ഒരുമാതിരി പ്രയാസകരമായ ഒരവസ്ഥയിൽ വരുമ്പോൾ നമുക്കറിയാം, മഹത്വം ഇസ്രായേലിന് പോയി എന്ന് പറഞ്ഞവന് ഇഖ്റാബൂദ് എന്ന് പേരിട്ടു. ചില പ്രത്യേക സർക്കംസ്റ്റൻസിൽ വരുമ്പോൾ, ചില പ്രത്യേക സാഹചര്യത്തിലൂടെ വരുമ്പോഴൊക്കെ പേരിടുന്നുണ്ട്. ദൈവം ചിലരുടെ പേരുകളൊക്കെ മാറ്റിയിട്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബും ദൂതനും കൂടെ മല്ലടിച്ചപ്പോൾ 32-ാം അധ്യായത്തിന്റെ ആ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറയാണ്, നീ ദൈവത്തോട് മല്ലടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നായിരിക്കും. അപ്പോൾ ദൈവം തന്നെ അവിടെ ആ സാഹചര്യം അനുസരിച്ച് യാക്കോബിന്റെ പേര് മാറ്റിയിട്ടു. ഇനി യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ നമുക്കറിയാം, പത്രോസ് എന്ന പേര് ആരാ ഇട്ടത്? യേശു ആയിട്ടത്. അവന്റെ പേര് ശിമോൻ എന്നായിരുന്നു. അപ്പോൾ ശിമോൻ എന്നായിരുന്നു പേര്. യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നീ നിന്റെ പേര് പത്രോസ് എന്നാകുന്നു എന്ന് പറഞ്ഞ് അവന്റെ പേര് പത്രോസ് എന്ന് മാറ്റുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രത്യേക സംഭവത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിലൊക്കെ പേര് മാറ്റിയിടാറുണ്ട്, ആ പേരിടാറുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൽക്കീസദേക്ക് എന്നുള്ള പേരിന് ഹീബ്രു ഭാഷയിലുള്ള അർത്ഥമാണ് നീതിയുടെ രാജാവ്, ദ കിങ് ഓഫ് റൈറ്റ്യസ്. കിങ് ഓഫ് റൈറ്റ്യസ് എന്നാണ് അതിന്റെ അർത്ഥം. ശാലേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശാലേം എന്ന് പറയുന്നത് എവിടെയാണ്? യെരുസലേമിനെ ഉദ്ദേശിച്ചാണ് പഴയ കാലത്ത് പറഞ്ഞിരുന്നത് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ശാലേം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹീബ്രുവിലെ ഷലോം എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ശാലേം രാജാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ലിറ്ററൽ മീനിങ് സമാധാനത്തിന്റെ രാജാവെന്നാണ്. ഇനി മൽക്കീസദേക്ക് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവാണ്. അപ്പോൾ അവന്റെ പേരിന് തന്നെ ഒരു പ്രത്യേകതയാണ്. വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ പലയിടങ്ങളിലും നീതിയും സമാധാനവും ഒന്നിച്ചു പോകുന്നത് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മോടുള്ള മനുഷ്യവർഗത്തോടുള്ള പ്രത്യേക പ്രവർത്തനം അല്ലെങ്കിൽ പ്രത്യേക കരുണയെ കാണിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഐസിയ 32:17. The work of righteous shall be peace. നീതിയുടെ പ്രവൃത്തി സമാധാനമാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 85-ാം സങ്കീർത്തനം നമുക്കറിയാവുന്ന ഒരു വാക്യമുണ്ട്, 10-ാമത്തെ വാക്യം, Psalms 85:10. അവിടെ പറയാണ്, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നീതിയും സമാധാനവും ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് അഥവാ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. 72-ാം സങ്കീർത്തനം 7-ാം വാക്യം, 72-ാം സങ്കീർത്തനം യേശുക്രിസ്തു രാജാവാകുന്ന സമയത്തെ കുറിച്ചുള്ളതായിട്ട് വേദപണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം നമ്മളൊന്ന് വായിച്ചാട്ടെ. അവിടെ പറയാണ്, നീതി തഴച്ചു വരും. എങ്ങനെയാണ്? ഒന്ന് വായിച്ചാട്ടെ. സമാധാന സമൃദ്ധി, abundance of peace. Righteous people will flourish. നീതിമാന്മാർ തഴയ്ക്കുവാൻ, സമാധാനം ഉദിച്ചു വരുവാൻ ഇടയായിത്തീരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പറയാണ്, ഉയരത്തിലെ ജ്ഞാനത്തെ കുറിച്ച് പറയാം. ഉയരത്തിലെ ജ്ഞാനം എന്താണെന്ന് പറയുന്നു. പക, കയ്പ് ഇതൊക്കെ ഇരുന്നാൽ അത് ജ്ഞാനത്തിന്റെ ലക്ഷണമല്ല. ദൈവം തരുന്ന ജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? 18-ാമത്തെ വാക്യത്തിൽ, സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ ഇവിടെ എല്ലാം നീതിയും സമാധാനവും
ഒന്നിച്ചാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഇനി എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ അതിന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ശിക്ഷിക്കുന്നതിനെ കുറിച്ച്, ബാലശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുക. അവിടെ പറയുകയാണ്, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നീതി എന്ന സമാധാന ഫലം. നീതി എന്ന സമാധാന ഫലം. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായി സാധിക്കുന്നത് റൈച്ചസ് ആൻഡ് പീസ്, നീതിയും സമാധാനവും ഒന്നിച്ചു പോകുന്നു. ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനിയും യഥാർത്ഥത്തിലുള്ള സമാധാനം ആർക്കാണ് ലഭിക്കുന്നത്? റോമാലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം വാക്യം റോമാലേഖനകാരൻ പറയുകയാണ്, ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? ശരിയായ സമാധാനം ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. നമുക്കറിയാവുന്നതാണ്. അവിടെ എടുത്തവരുടെ വായിച്ചാട്ട് നീതീകരിക്കപ്പെട്ടിട്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കണമെന്ന് താല്പര്യമുണ്ടോ? അത് ഒരിടത്തൊന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, അത് യേശുക്രിസ്തുവിലൂടെയാണ്. അല്ലാതെ കുറച്ചു കാലത്തേക്ക് കിട്ടിയെന്നിരിക്കും, സ്വസ്ഥതയാണെന്ന് വിചാരിച്ചിരിക്കും, എന്നാൽ നിമിഷ നേരം കൊണ്ട് അതെല്ലാം മാറിപ്പോകും. എന്നാൽ സാഹചര്യങ്ങളെല്ലാം എതിരായി വരുമ്പോഴും യേശുക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് ആ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നീതീകരണം, ദൈവസന്നിധിയിലെ നീതീകരണം നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും നടക്കില്ല, നമുക്കറിയാമല്ലോ. ന്യായപ്രമാണത്താൽ നീതീകരണം ലഭിക്കുന്നില്ല എന്നാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2-ാം അധ്യായം 21-ാമത്തെ വാക്യം, Galatians 2:21, righteous not from keeping the law. ന്യായപ്രമാണത്താൽ നീതീകരണം ലഭിക്കുന്നില്ല, എന്നാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കുന്നവർക്ക് സമാധാനമുണ്ട്. അപ്പോൾ ഈ മൽക്കീസേദെക്കിനെ കുറിച്ചുള്ളതായ രണ്ടാമത്തെ ഫാക്ട്, രണ്ടാമത്തെ വിഷയം അവന്റെ പേരിന്റെ പ്രത്യേകതയാണ്. അവൻ നീതിയുടെ രാജാവാണ്, സമാധാനത്തിന്റെ രാജാവാണ്. ഇനി മൂന്നാമത് ഇവന്റെ ജീവിതത്തിലെ പ്രത്യേകത, ആ വിഷയം കുറച്ചുകൂടെ വിശദീകരിച്ച് 4 മുതൽ 10 വരെയുള്ള ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളാണ്. 4 മുതൽ ഇവിടെ പറയുന്നു അബ്രഹാം ദശാംശം വാങ്ങിയെന്ന്. ഹി റിസീവ്ഡ് ടൈറ്റ്സ് ഫ്രം എബ്രഹാം. 2-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഓർപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം കൊടുത്ത പ്രമാണമായിരുന്നു 10-1 കൊടുക്കുക എന്ന് പറയുന്നത്. ലേവ്യ പുസ്തകം നമ്മൾ വായിച്ചാൽ 27-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ കൃഷി ചെയ്യുന്നതിന് കന്നുകാലിയിൽ നിന്ന് ഇതിന്റെ എല്ലാ ഫലത്തിൽ നിന്ന് ദശാംശം കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയായിരുന്നു. 10-1 നീക്കി വെക്കണം എന്നുള്ളത്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്പേഴ്സ് 18:21 അവിടെ ദൈവം പറയുകയാണ്, ഈ ദശാംശം നിങ്ങൾ ലേവിയുടെ അടുക്കൽ കൊണ്ടുവരണം. ദൈവം വിളിച്ച് വേർതിരിച്ച ലേവിക്ക് കൊണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. കുറെ കൂടെ 12-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ ആവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സമാന കൂടാരത്തിൽ ദൈവസന്നിധിയിൽ അവരിത് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. പിന്നീട് ദേവാലയത്തിൽ കൊണ്ടുവരണമെന്നാണ്. ഈ കാളയും കൃഷിവർഗവും ഒക്കെ ഒത്തിരി മൈൽ ദൂരെയും ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ആവർത്തന പുസ്തകം 14-ന്റെ 22 മുതൽ 27 വരെ പറഞ്ഞു, ഇത് കുറച്ച് ഭാരമുള്ളതൊക്കെ ആണെന്ന രീതിയിൽ അത്രയും നിങ്ങൾ അവിടുന്ന് കൊണ്ടുവരണ്ട, അത് വിറ്റ് മണിയാക്കി അതിന്റെ പണം കൊണ്ടെന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരണമെന്നാണ്. ഇത് ദൈവം അവർക്ക് കൊടുത്ത വ്യവസ്ഥയാണ്. എന്നാൽ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ആക്ച്വലി ന്യായപ്രമാണ കാലത്തോ അല്ലെങ്കിൽ മോശയോ അല്ല ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അതിനു മുമ്പേ തന്നെ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുവല്ലോ, അതിനു മുമ്പേ തന്നെ ഇവിടെ അബ്രഹാം മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദശാംശം ന്യായപ്രമാണത്തിന് മുമ്പേ ഉണ്ട്. ആർക്കിയോളജി ഒക്കെ പഠിച്ചു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒന്ന്, വേദവസ്ത്ര വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല മറ്റ് ജാതികളുടെ ഇടയിലും ഈ ചൈത്ത് ഉണ്ടായിരുന്നു. ചൈത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ ഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് വളരെ സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും.
ഈ ശാലേം രാജാവായ മൽക്കിസദേക്ക് വന്ന് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. പറയാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം ആരാണ്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. എലിയോൻ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണെങ്കിൽ ഞാൻ വസിക്കുന്ന ഈ ഭൂമി ഇത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഒത്തിരി പ്രോപ്പർട്ടി ഒക്കെ ഉള്ളവരൊക്കെ പ്രോപ്പർട്ടി ഇല്ലാത്തവർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുക, അവരോട് ഒരു ഭാഗം വാങ്ങിക്കാറുണ്ട്. അത് പല രീതിയിലാണ് ചെയ്യുന്നത്. അത് 10 വാങ്ങിക്കുന്നവരുണ്ട്, 5 എന്തോ അതിന് നാട്ടിൽ ചിലയിടത്ത് പതാരം എന്ന് പറയും, ചിലയിടത്ത് വാരം എന്ന് പറയും. ഓരോ സ്ഥലത്ത് പല രീതിയിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? ഈ പ്രോപ്പർട്ടി ഞാനല്ല ഓൺ ചെയ്യുന്നത്, ഇതിന്റെ ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ് ഈ 5 10. അപ്പോൾ ദൈവം ഭൂമിക്ക് നാഥനാണെങ്കിൽ ഈ ഭൂമിയിൽ വസിക്കാൻ നമുക്ക് കിട്ടുന്ന നന്മകൾക്ക് അവകാശി ദൈവമാണെന്നാണ് നാം ദശാംശം കൊടുക്കുമ്പോൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഈ നന്മകൾ, അല്ലെങ്കിൽ നമുക്ക് ജോലി ദൈവം തന്നു, നമുക്ക് ശമ്പളം ദൈവം തന്നു, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ നന്മ തന്നു, ഇതെല്ലാം നാം വാങ്ങിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് നാം ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ദൈവത്തിനുള്ളതാണ്. കാരണം ദൈവമാണ് ഇതിന്റെ എല്ലാം പിന്നിലെ ആൾ. ദൈവമാണ് ഇതെല്ലാം ഓൺ ചെയ്യുന്നത്. അവനാണ് സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ എന്നുള്ളത് കൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ദശാംശം എന്നുള്ളത് നേരത്തെ തന്നെ ന്യായപ്രമാണ കാലത്തിന് മുമ്പേ തന്നെ തുടങ്ങി വന്നാണ് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളുടെ ചിന്തയൊക്കെ ദശാംശവും ഭൗതിക നന്മയും ഒക്കെ കൊടുക്കുന്നത് ഒരു നീടുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാൾ കൊടുത്താൽ മതി, ഇന്നാളെ ദൈവദാസൻ അരി വാങ്ങിക്കാൻ കാശില്ല അതുകൊണ്ട് നമുക്ക് വല്ലതും കൊടുക്കണം, അങ്ങനൊന്നുമല്ല കൊടുക്കേണ്ടത്. ദൈവത്തിന് കൊടുക്കുന്നു എന്നുള്ള ഫീലിംഗിൽ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം എന്നുള്ള നിലയിലാണ് ചെയ്യേണ്ടത്. ഇത് മൽക്കിസദേക്ക് പട്ടിണി കിടന്നിട്ടൊന്നുമല്ല അബ്രഹാം കൊടുത്തത്. മൽക്കിസദേക്ക് അബ്രഹാമിനേക്കാൾ പണക്കാരനായിരുന്നു എന്ന് വേണേ പറയാം, കാരണം രാജാവായിരുന്നത് കൊണ്ട്. എന്നാൽ അവൻ അത്യുന്നതന്റെ പുരോഹിതനായതുകൊണ്ട്, അവൻ അഭിഷേക്തനായതുകൊണ്ട് മൽക്കിസദേക്കിനെ പ്ലീസ് ചെയ്യാനല്ല കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ സോദോം രാജാവിനും 10 കൊടുക്കണമായിരുന്നുവല്ലോ, സോദോമിലെ രാജാവും രാജാവായിരുന്നുവല്ലോ. എന്നാൽ മൽക്കിസദേക്ക് ദൈവത്തിന്റെ പുരോഹിതനായതുകൊണ്ടാണ് അബ്രഹാം ദശാംശം കൊടുക്കുവാൻ തക്കുന്ന ഇടയായിട്ട്. അപ്പോൾ ഇവിടെ മൽക്കിസദേക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒന്ന്, അവൻ രാജാവും പുരോഹിതനുമായിരുന്നു. 2, അവന്റെ പേര് തന്നെ പ്രത്യേകതയുള്ളതാണ്. 3ാമതായിട്ട് അവൻ അബ്രഹാമിനോട് ദശാംശം വാങ്ങിയ ആളാണ്. അത് തന്നെ എന്റെ ഒരു പ്രിവിലേജ്. അതിനെക്കുറിച്ച് ഇനി കുറച്ചുകൂടെ പഠിക്കാനുണ്ട്, അതുകൊണ്ട് ആ ഭാഗം അവിടെ വിടുകയാണ്. ഇനി ഇവന്റെ ഫാമിലി ഹിസ്റ്ററി ഒരു പ്രത്യേകതയുള്ളതാണ്. ഫാമിലി ഹിസ്റ്ററിയുടെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ ഒരു റിയൽ മാൻ ആയിരുന്നു മൽക്കിസദേക്ക്. കാരണം ഇവിടെ 4ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇവൻ എത്ര മഹാൻ നോക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്നത് ദിസ് മാൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ റിയൽ മാൻ ആയിരുന്നു, യഥാർത്ഥത്തിലുള്ളതായ ഒരു മനുഷ്യനായിരുന്നു മൽക്കിസദേക്ക്. എന്നാൽ മൽക്കിസദേക്കിനെ കുറിച്ചുള്ളതായ വംശാവലി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, ജീനിയോളജി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. വലിയ ആളുകളുടെ ജീനിയോളജി വളരെ പ്രത്യേകതയുള്ളതാണ്, അതിന് വളരെ അർത്ഥമുണ്ട്. ഒരു ഇസ്രായേലിയ പുരോഹിതന്റെ വംശാവലി അന്വേഷിച്ചിട്ട് മാത്രമേ പുരോഹിതനെ ആക്കുകയുള്ളൂ. നമുക്കറിയാം, പ്രവാസത്തിലേക്ക് പോയതിനു ശേഷമായി മടങ്ങി വന്ന ആളുകൾ എസ്രായുടെ പുസ്തകത്തിൽ, നെഹമ്യാവിന്റെ പുസ്തകത്തിലും, എസ്രായുടെ പുസ്തകം നമ്മൾ വായിച്ചാൽ 2ാം അധ്യായത്തിന്റെ 61 മുതൽ 63 വരെയുള്ള വാക്യങ്ങൾ, എസ്രാ 2:61 to 63, നെഹമ്യാവ് 7:63 to 65, നെഹമ്യാവ് 7:63 65. അവിടെയുള്ള ചില ആളുകൾ ലേവി ഗോത്രക്കാരാണ് എങ്കിലും അവരുടെ ജനുവീനായി ലേവി കുടുംബത്തിലുള്ളവരാണോ എന്നൊരു സംശയം വന്നു. എന്നിട്ട് എസ്രായും നെഹമ്യാവും ഒക്കെ അവരുടെ വംശാവലി എങ്ങനെ അന്വേഷിച്ചു, സെർച്ച് ചെയ്ത് നിന്നപ്പോൾ ഇടയ്ക്കൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. വംശാവലി ശരിയായി കണ്ടുകിട്ടാൻ കഴിയാത്തതുകൊണ്ട് അവരെ അശുദ്ധരം തന്നെ, അശുദ്ധരം എന്ന് പറഞ്ഞാൽ അവര് കുഴപ്പക്കാരാണെന്നുള്ളതല്ല, അവർ പൗരോഹിത്യം ചെയ്യുവാൻ അവർക്ക് അർഹതയില്ലാതെ വന്നു. ഞാൻ ഈ ആഴ്ച ഒരു ന്യൂസ് വായിച്ചതിനകത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഇസ്രായേലിൽ ഇപ്പോഴുണ്ട്, കൊഹാന്യർ എന്നാണ് അവര് പറയുന്നത്.
കൊഹാൻ ഗോത്രത്തിൽ, അവര് അഹരോന്റെ ഗോത്രത്തിൽപ്പെട്ടവരാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അവർ പുരോഹിതന്മാരാകുവാൻ യോഗ്യതയുള്ളവരാണ്. വൈദവായി നമ്മൾ ന്യൂസൊക്കെ കേൾക്കാറുണ്ട്, ഇസ്രായേലിൽ ഇപ്പോൾ അവര് ദേവാലയം താമസിയാതെ ഉണ്ടാകുമെന്നും അവര് യാഗം അർപ്പിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് പുരോഹിതന്മാരെയൊക്കെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അല്ല, അന്ത്യമായ ഇതിന്റെ എല്ലാം സമയം അടുത്തിരിക്കുന്നുള്ളതിന്റെ തെളിവാണ്. ഈ പ്രത്യേക ഗ്രൂപ്പ് അവർ അഹരോന്റെ ഗോത്രത്തിലുള്ളവരാണെന്ന് ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടുത്ത സമയത്ത് സയന്റിഫിക് ആയിട്ട് ഇവരെ ചെക്ക് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കത് എക്സാക്ട് മനസ്സിലായില്ല. നിങ്ങൾ എവിടെയെങ്കിലും ന്യൂസ് വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അറിയാം, അല്ലെങ്കിൽ ഇത് GM ന്യൂസിനകത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ DNA ആണോ എന്ന് എനിക്കറിയത്തില്ല, Y ക്രോമോസോളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അഹരോന്റെ അടുത്ത് വരെ ചെല്ലുന്നില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് അവരെ പൗരോഹിത്യത്തിൽ ആക്കാനായിട്ട് ഇപ്പോൾ ഇസ്രായേലിൽ അവർ സമ്മതിച്ചിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല സയന്റിഫിക് ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇങ്ങനെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതനാകണമെങ്കിൽ ജീനിയോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കറക്റ്റായിട്ട് തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പുരോഹിതനാക്കുകയുള്ളൂ. എന്നാൽ ഈ മനുഷ്യനെ ദൈവത്തിന് അത്യുന്നതന്റെ മഹാപുരോഹിതൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദൈവദാസനെ എഴുതിയിരിക്കുന്ന പോലെ പഴയ നിയമ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയാൻ നോക്കിയാൽ അധികം എഴുതിയിട്ടില്ലാത്തതാണ് മൽക്കിസദേക്ക്. എന്നാൽ എബ്രായ ലേഖനകാരൻ വന്നപ്പോൾ ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയാത്ത കാര്യങ്ങളാണ് താൻ വളരെ വിലയേറിയതായിട്ട് ഇവിടെ സ്ഥാപിക്കുന്നത്. പറയാത്ത കാര്യമാണ് തന്റെ ജീനിയോളജി രേഖപ്പെട്ടിട്ടില്ല. മാതാവും പിതാവുമുള്ള ആളാണ്, ഒരു റിയൽ മനുഷ്യനാണ്, റിയൽ കിങ് ആണ്, റിയൽ പ്രീസ്റ്റ് ആണ്, റിയൽ ആയിട്ടുള്ള എല്ലാ കാര്യം ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇതൊരു ഏഞ്ചൽ അല്ല, ഇതൊരു സ്പിരിറ്റ് അല്ല, ഇതൊരു സൂപ്പർമാൻ ഒന്നും അല്ല, റിയൽ ആയി ജീവിച്ചിരുന്ന ആളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ജീനിയോളജി എഴുതാതിരുന്നെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ ഇവിടെ ലേഖനകാരൻ സമർപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീനിയോളജി ഒന്നും രേഖപ്പെടുത്താത്ത, പിതാവും മാതാവും വംശാവലിയും ഇല്ലാത്ത മൽക്കിസേദേക്ക് യേശുക്രിസ്തുവിന്റെ ഒരു നിഴല് പോലെ ആണ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ മൽക്കിസേദേക്ക് അഹരോന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ പുരോഹിത ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പുരോഹിതൻ കഴിയും, അത് കഴിഞ്ഞ് വേറൊരു പുരോഹിതൻ വരും. അപ്പോൾ ഇവരെല്ലാം മരിക്കും, അടുത്ത പുരോഹിതനാകും, അടുത്ത മക്കളിൽപ്പെട്ടവരെ പുരോഹിതനാക്കും. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. എന്നാൽ ഈ മൽക്കിസദേക്കിനെ കുറിച്ച്, ജനിച്ചതിനെ കുറിച്ച് എഴുതിയിട്ടില്ല, മരിച്ചതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. 7-ാം അധ്യായം നമ്മൾ തുടർന്ന് ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ അതിന്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ പറയാം, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കിസദേക്കിന് സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. ഇവിടെ അഹരോന്റെ പുരോഹിതന്മാരെല്ലാം മരിച്ചു പോകുമ്പോൾ, എല്ലാം അവരുടെ പൗരോഹിത്യത്തിനെല്ലാം എൻഡ് വരുമ്പോൾ ഇവിടെ പറയുകയാണ്, and this is clearer. 16-ാം വാക്യം ഇംഗ്ലീഷിൽ, who has become such not on the basis of a law of physical requirement but according to the power of an indestructible life. നശിച്ചു പോകാത്തതായ ജീവന്റെ ശക്തിയാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറൊരു ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. എൻഡ്ലെസ് മിനിസ്ട്രിയാണ് മൽക്കിസേദേക്ക്. അഹരോന്റെ പാരമ്പര്യത്തിൽ വരുന്ന മിനിസ്ട്രി എല്ലാം മരണം കൊണ്ട് എൻഡ് ചെയ്യുമ്പോൾ മരിക്കാത്ത എന്നേക്കുള്ള പൗരോഹിത്യം യേശുക്രിസ്തുവിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ലേഖനകാരൻ സ്ഥാപിക്കുന്നത്. ഇവിടെ അനേക കാര്യങ്ങൾ പുരോഹിതനെ കുറിച്ചുണ്ട്. ഇനി നമ്മൾ 10 വരെയുള്ള വാക്യമാണല്ലോ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നതിന്റെ ചുരുക്കം ഇതാണ്: ദശാംശം വാങ്ങുവാനുള്ളതായ അതോറിറ്റി ഇവന് ലഭിച്ചിരിക്കുന്നു. He had authority to receive tithes and bless Abraham. അബ്രഹാമിനെ അനുഗ്രഹിക്കുവാനുള്ളതായ അവകാശം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ ഇദ്ദേഹം ഒരു മഹാപുരോഹിതനാണ്, ദൈവത്തിന്റെ മഹാപുരോഹിതനാണെന്നുള്ളത് അബ്രഹാം അക്നോളജ് ചെയ്തു. അക്നോളജ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അബ്രഹാം ദശാംശം കൊടുത്തത്. അബ്രഹാം ദശാംശം കൊടുത്തു. എന്നാൽ ഈ രാജാവ് മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ അവന്റെ അതോറിറ്റിയാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നത്. 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. അപ്പോൾ ഈ മൽക്കിസദേക്ക് എത്ര ശ്രേഷ്ഠനാണെന്നുള്ളതാണ് പിന്നെയും ഇവിടെ ലേഖനകാരൻ സമർപ്പിക്കുന്നത്.
അപ്പോൾ ഇവൻ ഏറ്റവും വലിയ പ്രീസ്റ്റ് ആണ്, കിങ് ആണ് എന്നുള്ളത് അബ്രഹാം അക്നോളജ് ചെയ്തു. എന്നാൽ ഇവിടെ ലേഖനകാരൻ സ്ഥാപിക്കുന്നത് ഇത് അഹരോനുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലേഖനകാരൻ പറയുന്നത്. അഹരോനുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഇവിടെ പറയുകയാണ്. ഈ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ ഭാഗത്ത് 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാമാണ് ദശാംശം കൊടുത്തത്. അബ്രഹാമാണ് ദശാംശം കൊടുത്തത് എങ്കിൽ അവിടെ ലേഖനകാരൻ പറയുന്നു, അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ആര് അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന പറയുന്നത്? ലേവി ഉണ്ടായിരുന്ന പറയുന്നത്. കാരണം ലേവി അബ്രഹാമിന്റെ മകൻ, ഇസാക്കിന്റെ മകൻ, യാക്കോബിന്റെ മകനായിരുന്നു ലേവി. അപ്പോൾ അബ്രഹാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു വിഷയമാണ്. ആ റേഷ്യൽ സോളിഡറ്ററി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി അവർക്കുള്ളതായ കാര്യം. അപ്പോൾ അബ്രഹാമിന്റെ സന്തതിയായ ലേവി കൂടെ ഉണ്ടായിരുന്നു ഈ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ. അപ്പോൾ ഇപ്പൊ ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? അഹരോന്റെ പൗരോഹിത്യം അല്ല വലുത്, അതിനേക്കാൾ വലുത് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യമാണ്. 110-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അവൻ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അപ്പോൾ ലേവിയും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ചില വിഷയത്തിൽ ആർഗ്യൂ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് അബ്രഹാമിന്റെ സന്തതിയായി യേശുക്രിസ്തു വന്നെന്ന്. അങ്ങനെയാണെന്നതിൽ യേശുക്രിസ്തു അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചിലർ വാദിക്കാറുണ്ട്. എന്നാൽ നാം വായിച്ചു വരുമ്പോൾ എബ്രായ ലേഖനത്തിൽ തന്നെ 5-ാം അധ്യായത്തിൽ അവൻ ജഡത്തിൽ ജീവിച്ചിരുന്ന കാലമെന്നാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. 8-ാം അധ്യായം 88-ാം വാക്യം. ക്രൈസ്റ്റ് എക്സിസ്റ്റഡ് ബിഫോർ എബ്രഹാം. അപ്പോൾ അബ്രഹാമിനേക്കാളും മുന്നേ ഉണ്ടായിരുന്ന ആളാണ് യേശുക്രിസ്തു. അപ്പോൾ അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ഈ ക്രിസ്തുവും കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആർഗ്യുമെന്റ് ശരിയാകത്തില്ല. അബ്രഹാം ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തപ്പോൾ അബ്രഹാമിന്റെ സന്തതിയായി യേശുക്രിസ്തു വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും യേശുക്രിസ്തു അബ്രഹാമിന്റെ സന്തതി അല്ല, അവൻ ദൈവപുത്രനാണ്, അബ്രഹാമിന് മുമ്പേ ജീവിച്ചിരുന്നവനാണ്. അപ്പോൾ ഡേയ്സ് ഓഫ് ഹിസ് ഫ്ലഷ് എന്നുള്ള പദമാണ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലത്തെ ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മൽക്കീസദേക്ക് എത്ര ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിനി ചിന്തിച്ചു വരുമ്പോൾ അടുത്തതായി ചിന്തിക്കാൻ പോകുന്നത് ലേഖനകാരൻ സ്ഥാപിക്കുന്ന ഡോക്ട്രൈനൽ ആർഗ്യുമെന്റ് അഹരോനേക്കാൾ ശ്രേഷ്ഠമായ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമത്തിൽ യേശുക്രിസ്തുവിനുണ്ട് എന്നുള്ളത് തന്നെയല്ല, അഹരോന്യ പൗരോഹിത്യം റീപ്ലേസ് ചെയ്തു എന്നാണ് ലേഖനകാരൻ സ്ഥാപിക്കുന്നത്. ഇനി അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ പഴയ നിയമത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനങ്ങളൊക്കെ എത്ര പാടുപെട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എത്ര കഷ്ടപ്പെട്ടൊക്കെ നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ നോക്കി അനുഷ്ഠിച്ച് യാഗങ്ങളൊക്കെ അർപ്പിച്ച് ജീവിച്ചിരുന്നു എങ്കിലും അവർക്കൊക്കെ ദൈവസനയിൽ വേണ്ട പോലെ ചെല്ലുവാൻ, കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ എന്തൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ എന്നേക്കുള്ള പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം ഒന്നുമില്ല. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ് എന്നേക്കും ഉള്ളത്. എപ്പോഴും അടുത്തു വരുന്നവരെ സഹായിക്കുവാൻ അവൻ എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനാണ്. ഇന്ന് അവന്റെ അടുക്കലാണ് നാം ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആരാധനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.